Welcome to new section of our online classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിനെ കുറിച്ചാണ്. എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്നും ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ് പ്രോപ്പർ ഇൻ്റഗ്രൽസ്. മീൻസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത്തരം ഒരു ഇൻ്റഗ്രേഷൻ നമുക്ക് എങ്ങനെയാണ് ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എന്തായിരിക്കും, നമ്മളുടെ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓവർ ക്ലോസ്ഡ് എ ബി ആയിരിക്കും. കണ്ടിന്യൂസ് ഓവർ ക്ലോസ്ഡ് എ ബി ആയിരിക്കും. അതേപോലെ തന്നെ ഈ ക്ലോസ്ഡ് എ ബി എന്ന് പറയുന്നതിൽ എയും ബിയും ഇൻ്റർവെൽസ് എന്തായിരിക്കും, എ ബി എന്ന് പറയുന്ന ഇൻ്റർവെൽ എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ. ഇത്തരത്തിൽ ഇങ്ങനെ ഈ രണ്ട് കണ്ടീഷൻ വരുന്ന ഇൻ്റഗ്രൽസാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ എന്നൊക്കെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ഡെഫിനറ്റും ഇൻഡെഫിനറ്റും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റഗ്രൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കോൺസെപ്റ്റ് നമ്മളൊന്ന് എൻലാർജ് ചെയ്യണം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് എൻലാർജ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മളെടുത്ത ഈ ഫംഗ്ഷനിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഈ ഇൻ്റഗ്രലിൽ നമ്മുടെ ഇൻ്റർവെല്ലിൽ, അതായത് ക്ലോസ്ഡ് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു ഇൻഫൈനൈറ്റ് ഇൻ്റർവെല്ലാണെന്ന് വിചാരിക്കാം. ഒന്നാമത്തത് ഇൻഫൈനൈറ്റ് ഇൻ്റഗ്രലാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തത് എഫ് എന്ന് പറയുന്നത് ഇസ് അൺബൗണ്ടഡ് ഫംഗ്ഷൻ. എഫ് എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ രണ്ട് ഇങ്ങനെ വരുന്ന ഇൻ്റഗ്രൽസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. അതായത് നമ്മളുടെ ഇൻ്റർവെല്ലിൽ ഇൻഫൈനൈറ്റ് ഇൻ്റർവെല്ലാവുക, അതേപോലെ തന്നെ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുക. ഇപ്പോൾ ഇൻഫൈനൈറ്റ് ഇൻ്റഗ്രൽ ആവുക എന്ന് പറയുമ്പോൾ ഇന്ന് ഗ്രാഫിക്കലി നമുക്കൊന്ന് റെപ്രസെൻറ്റ് നോക്കാം. ഒന്നാമത്തതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഫംഗ്ഷൻ എക്സ് വൈ ആക്സിസിൽ ഞാനൊന്ന് നൊട്ടേറ്റ് ചെയ്യാണ്. നോക്കാം, ഇങ്ങനെയാണ് ഫംഗ്ഷൻ എന്ന് വിചാരിച്ചു. എന്താണ് നമ്മളെ ഇനീഷ്യൽ പോയിൻ്റ് എ എന്ന് പറയുന്നത്, ടെർമിനൽ പോയിൻ്റ് എ. അതായത് നമ്മളുടെ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എവിടെയാണ്, ഈ കണ്ടിന്യൂസ് ഓവർ എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ്. അതായത് ഇവിടെ ബി എന്തായിട്ട് മാറുകയാണ്, ഇൻഫിനിറ്റി ആയിട്ട് മാറുക. തിരിച്ചു ആവാം, എന്ത് എ എന്താവാം, ഇൻഫിനിറ്റി ആവാം, മൈനസ് ഇൻഫിനിറ്റി ആവാം, അതിന് പോസിറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എഫ് അൺബൗണ്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ എഫ് ഹാസ് എ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എനി പോയിന്റ്. എഫ് അൺബൗണ്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ എഫിന് എന്തുണ്ടാകണം, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. അതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം നമുക്ക്. നമ്മളുടെ ഫംഗ്ഷൻ നോക്കുക, നമ്മൾ ഫംഗ്ഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഈ പോയിൻ്റാണ് ഇനീഷ്യൽ പോയിൻ്റ് എ. ഈ പോയിൻ്റ് സി ആണ്. ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ഇതിനൊരു എന്തുണ്ടാവുകയാണ്, നമ്മൾ ഫംഗ്ഷൻ ബാക്കി ഇങ്ങനെ പോവാണ്. ഇവിടെയാണ് നമ്മളുടെ ബി എന്ന് പറയുന്നത്. അതായത് ഈ ഇവിടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിൽ സിയിൽ എന്തുണ്ട്, ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ, സിയിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള രണ്ട് കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് ഇൻ്റഗ്രൽ കാണുന്നത് എന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിൽ ഇൻ്റർവെൽസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് ഇൻഫൈനൈറ്റും ഓ എഫ് ഈസ് അൺബൗണ്ടഡ്, ഇങ്ങനെയുള്ള ഇത്തരത്തിൽ വരുന്ന ഇൻ്റഗ്രേഷനെ വിളിക്കുന്ന പേരാണെന്ത്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് വിളിക്കും. ഓക്കെ, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്, അതായത് ഇൻ്റഗ്രൽസ് ദാറ്റ് ഹാവ് ഇൻഫൈനൈറ്റ് ഇൻ്റഗ്രൽസ് ഓ അൺബൗണ്ടഡ് ഇൻ്റഗ്രൻറ്റ്. ഇൻ്റഗ്രൻറ്റ് മീൻസ് ഫംഗ്ഷൻ. അതായത് ഇൻ്റഗ്രൽസ് ദാറ്റ് ഹാവ് ഇൻഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഓ ഇൻ്റഗ്രേഷൻ ഓ അൺബൗണ്ടഡ് ഇൻ്റഗ്രൽസ് ആർ കോൾഡ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. അതാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രലായിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പം ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽസ് ദാറ്റ് ഹാവ് ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഓർ എഫ് ഈസ് അൺബൗണ്ടഡ് ആർ കോൾഡ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൻ്റെ ഡെഫിനിഷനാണ് ബോർഡിലുള്ളത്, നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞു. എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇൻ്റർവെൽസ് എന്താവണം, ഇൻഫൈനൈറ്റ് ആവണം.
അപ്പോൾ ഒരു കണ്ടീഷൻ ഇൻ്റർവെൽസ് ഇൻഫൈനൈറ്റ് ആവണം അല്ലെങ്കിൽ എഫ് അൺബൗണ്ടഡ് ആവണം എന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽസിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽസിൻ്റെ കേസ് എടുക്കുകയാണ്. ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽസിൻ്റെ കേസ് എടുക്കുകയാണ്. അപ്പോൾ ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽസിൻ്റെ കേസ് എടുക്കുമ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഇപ്പോൾ ക്ലോസ്ഡ് എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ല് ഇൻഫൈനൈറ്റ് ഇൻ്റർവെല്ലാവണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബി ഇൻഫിനിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലോസ്ഡ് എ ഇൻഫിനിറ്റി ഇങ്ങനെ വരാം. ഇത് ഇൻഫൈനൈറ്റ് ഇൻ്റർവെല്ലാണ്. രണ്ടാമത്തത് എന്താവുക? എ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആവുക, മൈനസ് ഇൻഫിനിറ്റി ടു ബി, മൈനസ് ഇൻഫിനിറ്റി ടു ബി. ഓക്കെ. മൂന്നാമത്തത് രണ്ടും ഇൻഫിനിറ്റി, അത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഈ 3 കേസാണ് എന്തുള്ളത്? ഈ 3 കാറ്റഗറീസ് ആണ് എന്തുള്ളത്? ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽസിൽ വരുന്നത്. ഓക്കെ. അപ്പം ഈ 3ലും നമുക്ക് എങ്ങനെയാണ് ഇൻ്റഗ്രൽസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇൻ്റർവെൽ എ ഇൻഫിനിറ്റിയാണ്. ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഗ്രാഫ് വരയ്ക്കാമെന്ന് വെച്ചു. ഗ്രാഫ് വരയ്ക്കാണ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എ. ഇവിടെ അങ്ങോട്ട് ബി ഇൻഫിനിറ്റി ആയിട്ട് പോവാണ്. ഓക്കെ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്താണ്? എ ഇൻഫിനിറ്റിയിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ ഈ ഫിഗറിൽ കാണുന്ന ഫംഗ്ഷൻ ഒന്നാമത് കേസാണ് പറയുന്നത്. ഫിഗറിൽ കാണുന്ന ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ഇൻഫിനിറ്റി. ക്ലോസ്ഡ് എ ഇൻഫിനിറ്റിയിൽ ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കാണണം. ഇതിൻ്റെ ഏരിയ അണ്ടർ ദിസ് കർവ് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. എ ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഒരു പോയിൻ്റ് ബി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ കൺസിഡർ ചെയ്ത് വിചാരിച്ചു. ഓക്കെ. ഇതാണ് ബി എന്ന് ചെയ്യുന്നത്. ഇതിപ്പോൾ എഫ് ഓഫ് ബി വരും. ഇതാണ് ബി എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻ്റഗ്രൽ എ ടു ബി കണ്ടുപിടിക്കും. അതായത് ഞാൻ കാണുന്നത് വെച്ചാൽ നമുക്ക് കാണേണ്ടത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. മൊത്തം ഏരിയ നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മളിതിനെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ബി എന്ന് പറയുന്ന ഒരു വാല്യൂ എക്സിൽ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ആ ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റീജിയൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്ത റീജിയൻ്റെ ഏരിയ കിട്ടും. പക്ഷെ നമുക്ക് ബാക്കി ഒരുപാട് ഏരിയാസ് ഇങ്ങോട്ടും ഉണ്ട്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ബീനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ മതി. ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് നമുക്കറിയാം. നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിച്ചതാണ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ മെത്തേഡാണത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണാൻ പറ്റും. അത് എന്നിട്ട് ഈ ബീനെ എന്ത് ചെയ്യുക? ഇൻഫിനിറ്റിയിലോട്ട് പറഞ്ഞേക്കാം. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ലിമിറ്റ് എന്ത് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് എന്ന് പറയുന്നത് അതൊരു ഫംഗ്ഷനാണ്. അതെന്ത് ചെയ്യണം? നമുക്ക് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ. ഈ രണ്ടാമത്തെ കേസ് സിമിലർ കേസാണ്. സിമിലർലി നമുക്ക് എന്താ പറയുക? സിമിലർ കേസിൽ നമുക്ക് എന്താ പറയുക? മൈനസ് ഇൻഫിനിറ്റി ടു ബി ആണ്. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ മൈനസ് ഇൻഫിനിറ്റി ടു ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നേരെ ഓപ്പോസിറ്റാണ് വരിക. എന്ത് വരും? ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഒരു എ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ എനെ എങ്ങോട്ട് പറഞ്ഞേക്കുക? മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പറഞ്ഞേക്കുക, ബാക്കിലോട്ട് പറഞ്ഞേക്കുക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽസ് ഇത് രണ്ടും ഈക്വലായിട്ട് വരും. ഓക്കെ. ഇതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ആദ്യത്തെ 2 കേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയാണ്. ആ മൂന്നാമത്തെ കേസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളുടെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയാണ്. അതായത് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അത് നമ്മൾ ചെയ്യുന്നത് 2 ഇൻ്റർവെല്ലിൽ കണ്ടുപിടിക്കുകയാണ്. അതായത് നമുക്ക് കാണേണ്ടത്
ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഈ മൈനസ് ഇൻഫിനിറ്റി പകരം നോക്കുമ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണാം, പ്ലസ് ഇൻ്റഗ്രൽ സി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണാം. അതായത് ഈ മൊത്തം ഇൻ്റർവെൽസിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. മൈനസ് ഇൻഫിനിറ്റി സി എന്ന് പറയുന്ന ഇൻ്റർവെല്ലായിട്ടും സി ടു ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റർവെൽസിനെ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ആ രണ്ട് ഇൻ്റർവെൽസിനെ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റഗ്രൽ കാണാണ്. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് ഫസ്റ്റത്തെ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ. ഇത് രണ്ടാമത്തെ കേസുമാണ്, ഇതൊന്നാമത്തെ കേസുമാണ്. ഓക്കെ, സോ ഇതൊന്നാമത്തെ കേസുമാണ്, ഇത് രണ്ടാമത്തെ കേസുമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കുക. ആ രണ്ട് ഇൻ്റഗ്രൽസും ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇതാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എവിടെ, ഇൻഫിനിറ്റ് ഇൻ്റർവെൽസിൻ്റെ കേസിൽ വരുന്നത്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് വിത്ത് ഇൻഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഇവിടെയൊക്കെ വരുന്ന കേസ് എന്താ വെച്ചാൽ ഈ ലിമിറ്റുകൾ, ഇപ്പോൾ ഇവിടെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. ഒരു ഫംഗ്ഷനും നമുക്ക് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ബി ടു ഇൻഫിനിറ്റി എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ ലിമിറ്റ്, ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഇൻ്റഗ്രൽ എന്താണ്, ഇസ് ഡൈവേർജൻ്റ് എന്ന് പറയും നമ്മൾ. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, അവിടെ ഡൈവേർജൻസ് ആണ്, ആ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് ചെയ്യാന്ന് പറയും. ഇനി ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഇൻ്റഗ്രൽ എന്താണെന്ന് പറയും, കൺവേർജൻസ് എന്ന് പറയും. ഓക്കെ, അപ്പം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളതിനെ ഡൈവേർജൻസ് എന്നും, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കൺവേർജൻസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ? ബോർഡിൽ നമ്മുടെ ബോർഡിൽ അതിൻ്റെ ഇൻഫിനിറ്റ് ഇൻ്റർവൽസ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതൊന്ന് വായിക്കുക. ഫസ്റ്റത്തെ കേസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ഇൻഫിനിറ്റി, then integral a to infinity f of x dx is equal to limit b tends to infinity integral a to b f of x dx and provided that the limit exists. Okay, if രണ്ടാമത്തെ കേസ്, if f is continuous on minus infinity to b, then integral minus infinity to b f of x dx equal to limit a tends to minus infinity integral a to b f of x dx. മൂന്നാമത്തെ കേസ്, f is continuous on minus infinity to infinity, then integral minus infinity to infinity f of x dx equal to integral minus infinity to c f of x dx plus integral c to infinity f of x dx. ഇതാണ് നമ്മളുടെ ഇൻ്റഗ്രേഷൻ്റെ കേസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബോർഡിലൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഇൻ്റഗ്രൽ 1 to infinity 1/x² dx. ഇത് ഏത് ഫോർമാറ്റിലാണ്? ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. കാരണം എന്താ, ലിമിറ്റ് എന്ത് വരുന്നുണ്ട്, ഇൻഫിനിറ്റി വരുന്നുണ്ട്. ഇത് ഏത് ഫോർമാറ്റിലാണ്? ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. സിക്വൽ എന്താണ്, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ഇതിൻ്റെ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും, ഈക്വൽ ടു ലിമിറ്റ് b tends to infinity integral 1 to b 1/x² dx എന്ന് കിട്ടും. 1/x² dx എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക. എന്താ 1/x² ഇൻ്റഗ്രൽ എന്താ, ഇൻ്റഗ്രൽ 1/x² dx എന്ന് പറയുന്ന ഇൻ്റഗ്രൽ എന്താണ്, 1/x അല്ലേ, 1/x അല്ലേ, 1/x² ഇൻ്റഗ്രൽ എന്താണ്, സോറി 1/x അല്ല, -1/x ആണ്. കാരണം ഇത് x raised to -2 ആണ് വരിക. അപ്പോൾ ഈക്വൽ ടു -1/x എന്ന് വരും. സോ നമുക്ക് എന്ത് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് പറയാം, -1/x വിത്ത് ഇൻ്റർവൽ 1 to b. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ദാറ്റ് ഈസ് ഇത് നമുക്ക് -1/b -1/1 അല്ലേ. ദാറ്റ് ഈസ് ഈ രണ്ടും മൈനസ് പ്ലസ് ആയിട്ട് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നോക്കി, രണ്ട് മൈനസും കൂടെ പ്ലസ് ആയിട്ട് മാറി. 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് 1
ഈ മൈനസ് 1/b 1 മൈനസ് 1/b എന്ന് കിട്ടും. തിരിച്ചെഴുതിയെന്നുള്ളൂ കേട്ടോ. ഞാൻ ആ പ്ലസിന് ആദ്യം മൈനസിന് രണ്ടാമത് എഴുതി. ഇനി എന്ത് ചെയ്യാണ്? ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1/b എന്ന് കിട്ടി. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ b ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. b ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ 1/b അങ്ങോട്ടാണ് പോവുക. b എന്ന് പറയുന്ന ടൈം ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ 1/b അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക, 0 അപ്രോച്ച് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടും നമുക്ക്? വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, b എന്ന് പറയുന്ന വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യാണ്? 1/b അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത് 0 അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്താൽ മതി. ഇപ്പം 2 കൊടുത്തു, 3 കൊടുത്തു, അങ്ങനെ ഓരോന്ന് മാറ്റി കൊടുത്താൽ നമുക്കത് കിട്ടും. 0 അപ്രോച്ച് ചെയ്യാൻ കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x² dx ഈക്വൽ എന്ന് കിട്ടും നമുക്ക് 1 എന്ന് കിട്ടും. ക്ലിയർ? ഇത് എഴുതിയെടുത്തോളൂ. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലമാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലമാണ് ബോർഡിലുള്ളത്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1/1 + x² dx. ഇതിനും എന്താണ് ഈ ലിമിറ്റ് സോറി ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് ഈ ഇൻഫിനിറ്റ് ആണ്. സോ ഇത് നമ്മളുടെ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവെല്ലിനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലിനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെൽ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്താണ്. അതായത് എങ്ങനെ? മൈനസ് ഇൻഫിനിറ്റി ടു 0 യൂണിയൻ 0 ടു മൈനസ് ഇൻഫിനിറ്റി അങ്ങനെ ഇതിൽ കൂടെ ഈ ഇൻ്റർവെൽ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻ്റർവെല്ലും ഇൻ്റഗ്രേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 1/1 + x² dx പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1/1 + x² dx എന്ന് കിട്ടും. ഈക്വൽ ടു ഇത് എങ്ങനെ നമ്മൾ കാണാം? നമ്മളെ മൈനസ് ഇൻഫിനിറ്റി ടു b എന്നുള്ള ഫോമിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ലിമിറ്റ് a ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ a ടു 0 1/1 + x² dx പ്ലസ് ഇവിടെ 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ a ടു ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു b 1/1 + x² dx. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇൻ്റഗ്രൽസും കാണാം. അതായത് ഇൻ്റഗ്രൽ 1/1 + x² dx എന്താ? നമുക്കറിയാം എന്താണ്? ടാൻ ഇൻവേഴ്സ് x ആണ് അല്ലേ? ഇൻ്റഗ്രൽ 1/1 + x² എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് x ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടും? ഈക്വൽ ടു ലിമിറ്റ് a ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ത് ചെയ്തു നമുക്ക്? ടാൻ ഇൻവേഴ്സ് x ഇൻ ദ ലിമിറ്റ് a ടു 0 ആണല്ലോ. പ്ലസ് അടുത്തത് എന്ത് ചെയ്താൽ നമുക്ക്? ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് x 0 ടു b. ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് a ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് അതായത് ടാൻ ഇൻവേഴ്സ് 0 മൈനസ് ടാൻ ഇൻവേഴ്സ് a ഇവിടെ ആകുമ്പോഴോ പ്ലസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ ടാൻ ഇൻവേഴ്സ് b മൈനസ് ടാൻ ഇൻവേഴ്സ് 0. ഓക്കെ, എന്താ ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റിയാണ് അല്ലേ? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി അല്ലേ വരിക? എന്താ ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ -π/2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 0 മൈനസ് π/2 പ്ലസ് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് b അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ആണ്. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? π/2 ആണ്. π/2 മൈനസ് 0 എന്ന് കിട്ടും. ഓക്കെ, ഈ രണ്ട് നെഗറ്റീവും പ്ലസ് ആയിട്ട് മാറി π/2 ഇങ്ങനെ കിട്ടും. π/2 പ്ലസ് π/2 വിച്ച് ഈസ് ഈക്വൽ ടു കിട്ടും π എന്ന് കിട്ടും. അതായത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1/1 + x² dxൻ്റെ ഇൻ്റഗ്രൽ എന്താ വരുന്നത്? π ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ
ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ബോർഡിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി കോസ് എച്ച് ഓഫ് എക്സ്, അതായത് കോസ് എച്ച് വന്ന ഫംഗ്ഷനാണ്. ഇതിൻ്റെ -∞ to 0 വരെയുള്ള ഇൻ്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് a tends to -∞ ഇൻ്റഗ്രൽ a to 0 cos hx dx എന്ന് പറയാം, cos hx dx എന്ന് പറയാം, which is equal to in limit a tends to -∞ cos hxൻ്റെ ഇൻ്റഗ്രൽ എന്താ, അതായത് ഇൻ്റഗ്രൽ cos hx ഇൻ്റഗ്രൽ എന്താ, sin hx ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇവിടുന്ന് നമ്മളുടെ sin hx അറ്റ് ലിമിറ്റ് a to 0 നമ്മൾ ആ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് a tends to -∞ അപ്ലൈ ചെയ്യുമ്പോൾ sin h of 0 മൈനസ് sin h of a എന്ന് കിട്ടും. ഓക്കെ, എന്താ sin h of 0 എന്ന് പറഞ്ഞാൽ എന്താ, 0 തന്നെയാണ് അല്ലേ. പക്ഷേ നമുക്ക് sin h of a അല്ലെങ്കിൽ sin h of x നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്, e raised to x മൈനസ് e raised to -x/2 ഇങ്ങനെ ഡെഫിനിഷൻ ആയിരിക്കുന്നുണ്ട് നമ്മളുടെ sin h x-ന്. സോ നമുക്കിവിടെ a ആയതുകൊണ്ട് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈക്വൽ ടു ലിമിറ്റ് a tends to -∞ ഇത് 0 ആണ്, 0 മൈനസ് e raised to a മൈനസ് e raised to -a/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ ഇൻഫിനിറ്റിൻ്റെ ആ ഒരു ലിമിറ്റാണ് അപ്ലൈ ചെയ്ത് നോക്കുക. എന്താ വരിക, e raised to -∞, e raised to -∞ 0 ആണ് അല്ലേ. ഇനി അടുത്തത് e raised to -a, അതായത് -∞ മൈനസ് പ്ലസ് ആയി, പ്ലസ് ഇൻഫിനിറ്റി ആയിട്ട് മാറി. e raised to +∞ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റിയാണ്. അതായത് ഈ 0 മൈനസ് ഇൻഫിനിറ്റി എന്ത് വരും, ഇൻഫിനിറ്റി വരും, /2 അത് ഇൻഫിനിറ്റി വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വരും. സോ ഇത് എന്താണ്, ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല മീനിങ്, ഇൻഫിനിറ്റ് ലിമിറ്റാണ് കിട്ടിയത്. സോ അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ദെർഫോർ ദിസ് ഈസ് ഡൈവേർജൻറ്റ്. നമുക്ക് എന്താണെന്ന് പറയാം, ഡൈവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും, ഡൈവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മൂന്നാമത്തെ എക്സസൈസ്. ഓക്കെ ആണല്ലോ, ക്ലിയർ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ്റഗ്രൽ -∞ to 0 x e raised to x dx എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിൽ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനാണ് അല്ലേ, -∞ to 0 ആണ്, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനാണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം ഇത് നമുക്ക് എന്ത് ചെയ്താൽ, ഈക്വൽ ടു ലിമിറ്റ് a tends to -∞ ഇൻ്റഗ്രൽ a to 0 x e raised to x dx എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അതായത് ഇൻ്റഗ്രൽ x to x e raised to x ആണ് കാണേണ്ടത് അല്ലേ. അതായത് ഇൻ്റഗ്രൽ x e raised to x dx. ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഫംഗ്ഷനാണ്, എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഫംഗ്ഷൻ, e raised to x രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്നൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്? ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഞാൻ എക്സും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഞാൻ e raised to x ആണ് എടുക്കുന്നത്. അപ്പം എന്ത് വരും, ഈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അങ്ങനെ വരുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് e raised to x-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, e raised to x തന്നെയാണ്, മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ e raised to x ആണ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ e raised to x dx എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് e raised to x മൈനസ് e raised to x എന്ന് കിട്ടും, അല്ലെങ്കിൽ x -1 ഇൻറ്റു e raised to x എന്ന് കിട്ടും. രണ്ടിടത്തും e raised to x കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. സോ x -1 e raised to x എന്ന് കിട്ടും. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് a tends to -∞ ഇൻ്റഗ്രൽ a to 0 ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് x -1 അല്ലെങ്കിൽ ഒരു മിനിറ്റ് x -1
എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു എക്സ്, അല്ലെങ്കിൽ എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് വിത്ത് ലിമിറ്റ് എ ടു 0, വിത്ത് ദ ലിമിറ്റ് എ ടു 0. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടിൻ്റെയും ലിമിറ്റ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ലിമിറ്റ് അപ്ലൈ ആണ്. നമ്മൾ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ നോക്കിക്കോ, അത് 0 എന്ന് അപ്ലൈ ചെയ്യാം. 0 എന്ന് അപ്ലൈ ചെയ്യുമ്പം ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, 0 ഇൻറ്റു ഇ റൈസ് ടു 0. അത് തന്നെയാണ് 0 തന്നെയാണ് അല്ലേ. അല്ല, നമുക്കൊന്ന് ജസ്റ്റ് ഈ രൂപത്തിൽ മാറ്റിയത് ചെയ്യും. അതായത് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ത് വരും, എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു എക്സ്. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ആ രൂപത്തിൽ ചെയ്യാം. ഈക്വൽ ടു എന്താ വരിക, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 0 എന്ന് കൊടുക്കുക. 0 എന്ന് കൊടുക്കുമ്പോൾ 0 മൈനസ് 1 ഇ റൈസ് 0 1. ഫസ്റ്റ് വാല്യൂ എന്ത് വരും, -1 എന്ന് വരും അല്ലേ. ഇങ്ങനെ -1 ഇട്ട് 0 -1 ആണ്. ദെൻ ഇ റൈസ് 0 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് -1 മൈനസ്, അടുത്ത് നമ്മൾ എ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എ മൈനസ് 1 ഇ റൈസ് ടു എ എന്ന് കിട്ടും ആണല്ലോ. എ മൈനസ് 1 ഇ റൈസ് ടു എ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ വാല്യൂ നോക്കുകയാണ്. സ്പ്ലിറ്റ് ചെയ്താണ്. ഈക്വൽ ടു ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി -1 മൈനസ് എന്ത് ചെയ്യും നമുക്ക് എ ഇ റൈസ് ടു എ മൈനസ് പ്ലസ് ഇ റൈസ് ടു എന്ന് കിട്ടും. കാരണം ഇവിടെ ഒരു മൈനസ് കൊണ്ട് ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറി പ്ലസ് ഇ റൈസ് ടു എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ലിമിറ്റ് നമുക്ക് എന്ത് കാണണം, ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ലിമിറ്റ് കാണണം നോക്കിക്കോ. അതായത് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എ ഇ റൈസ് ടു എ ഇ റൈസ് ടു എൻ്റെ ലിമിറ്റ് കാണാൻ എ ഇ റൈസ് ടു ഒന്നേ മാറ്റിയതാണ്. എങ്ങനെ മാറ്റിയതെന്ന് വെച്ചാൽ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എ ബൈ ഇ റൈസ് ടു മൈനസ് എ എന്ന് കൊടുത്തു. കുഴപ്പമുണ്ടാവും ഇല്ലല്ലോ. എ ബൈ ഇ റൈസ് ടു മൈനസ് എ എന്ന് കൊടുക്കാൻ പറ്റും. റെസിപ്രോക്കൽ കൊടുക്കുമ്പോൾ പ്ലസ് ആയിട്ട് മാറിക്കോളും. ഓക്കെ, എ ബൈ ഇ റൈസ് ടു മൈനസ് എ എന്ന് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നോക്ക്, ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇവിടെ -∞ ഇ റൈസ് ടു -∞ അത് ഇൻഫിനിറ്റിയാണ് വരിക. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമില, അതായത് ഇൻഡിറ്റർമിനൻ്റ് ഫോമാണിത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കണം, എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കണം. എന്താ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മുകളിലത്തിൻ്റെ ഡെറിവേറ്റീവ് കാണാം, താഴത്തിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ലിമിറ്റ് എ ടെൻസ് ടു -∞ എ ഡെറിവേറ്റീവ് 1 ആണ് ഡിവൈഡർ ബൈ എൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡർ ബൈ എ ഡെറിവേറ്റീവ് 1 ആണ്. ദെൻ ഡിവൈഡർ ബൈ എന്ത് കിട്ടും നമുക്ക്, ഇ റൈസ് ടു -a ആണ്. ദാറ്റ് ഈസ് മൈനസ് ഇ റൈസ് ടു -a എന്ന് കിട്ടും ആണല്ലോ. മൈനസ് ഇ റൈസ് ടു -a എന്ന് കിട്ടും. ദെൻ നമ്മളതിൻ്റെ ഇപ്പം നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതങ്ങനെ കിട്ടി. ഇനി അടുത്തത് ഈ മൊത്തം ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, ഫസ്റ്റ് -1 ആണ്. മൈനസ് ലിമിറ്റ് എ ടെൻസ് ടു -∞ എ ഇ റൈസ് ടു എ പ്ലസ് ലിമിറ്റ് എ ടെൻസ് ടു -∞ ഇ റൈസ് ടു എ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു -1 മൈനസ് ഇത് നോക്കും എ ഇ റൈസ് ടു -a ഇതാണ് ഇൻ്റഗ്രൽസ്. ഇതെന്താ വരിക, മൈനസ് അല്ലേ, 1/∞ എന്നല്ല വരിക, 1/∞ എന്ന് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ ഇത് 0 ആണ്. ദെൻ ഇ റൈസ് ടു -∞ അതും എന്തുതന്നെയാണ് 0 ആണ് അല്ലേ. ഇ റൈസ് ടു -∞ 0 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതാണ് അടുത്ത പ്രോബ്ലം. ക്ലിയർ. നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെറിവേറ്റീവ് ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഈ ബോർഡിൽ കാണുന്ന ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1 to ∞ ലോൺ x/x² dx. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ -1 to ∞ e റൈസ് ടു -x dx. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 to ∞ cos x dx. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.